Stories of the Son of Man, stories of a Savior, holiness with human hands, treasure for the traitor. No ear had heard, no eye had seen the image of the Father, until heaven came to live with me, a rescue like no other. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് എന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലെ സ്നേഹവന്ദനം. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു രക്ഷയുടെ ഭദ്രതയെക്കുറിച്ച്. രക്ഷയുടെ ഭദ്രതയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചപ്പോൾ നാം കണ്ടു, നാം ദൈവത്തിൻ്റെ മക്കളാണ്. മക്കളാകുന്ന നമ്മൾക്ക് നമ്മുടെ അവകാശങ്ങളെക്കുറിച്ചും നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു. നാലാമതായിട്ട് ഇന്ന് നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം. യോഹന്നാൻ 3:18. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവനെ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കായിയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചു തന്നെ. കർത്താവായ യേശു ക്രിസ്തുവിനെ മക്കളായിട്ട് സ്വീകരിച്ചിട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മക്കളായിട്ടുള്ളവർക്ക് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നാലാമതായിട്ട് നമ്മൾ കണ്ടത് ന്യായവിധി ഇല്ല എന്നുള്ളതാണ്. ന്യായവിധി ഉണ്ടാകുമോ അല്ലെങ്കിൽ ഇനി വരാൻ പോകും എന്നൊന്നും അല്ല ഇത് കാണുന്ന. എൻ്റെ പുത്രനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധി ഇല്ല. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധി ഇല്ല. വിശ്വസിക്കാത്തവനെ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അതുപോലെ തന്നെ 5-ാം അധ്യായത്തിൻ്റെ 24 മുതലുള്ള വാക്യത്തിലും 5-ാം അധ്യായത്തിൻ്റെ 24 മുതലുള്ള വാക്യത്തിൽ അത് തന്നെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വന്നുമിരിക്കുന്നു. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പുത്രനിൽ വിശ്വസിക്കുന്നവന്, കർത്താവിൽ വിശ്വസിക്കുന്നവന്, ദൈവത്തിൻ്റെ മക്കളായിട്ട് തീർക്കുന്നവർക്ക് ന്യായവിധി ഇല്ല എന്നുള്ളത്. 5-ാമതായിട്ട് നമുക്കൊരു വേദഭാഗം വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാം നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്തിനെ കാത്തുകൊണ്ട് ഉള്ളിൽ ഞെരുങ്ങുന്നു. ഇവിടെ നാം കാണുന്നത്, നാം രക്ഷിക്കപ്പെടുന്ന നിമിഷം നമുക്ക് അനേക ദാനങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളായിട്ട് അനേക ദാനങ്ങൾ നമുക്ക് കിട്ടും. എന്നാൽ ആദ്യത്തെ ദാനമായിട്ട് പറയുന്നത് ആത്മാവെന്ന ആദ്യ ദാനം എന്നാണ്. 8-ന്റെ 21-ാം വാക്യത്തിൽ പറയുന്നത്, നമ്മൾ രക്ഷിക്കപ്പെട്ട അതേ നിമിഷം നമുക്ക് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ദൈവം തരും. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്തിനെ കാത്തുകൊണ്ട് ഉള്ളിൽ ഞെരുങ്ങുന്നു. അങ്ങനെ ആത്മദാനം, ആത്മാവിനെ നമുക്ക് ആദ്യമായിട്ട് ദൈവം ദാനമായിട്ട് നമുക്ക് തരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ ആത്മാവിന് നമ്മൾക്ക് പ്രാപിക്കുന്നതോടൊപ്പം നമുക്ക് വേറൊരു കാര്യവും നമുക്ക് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുവാനായിട്ട് സാധിക്കും. നമ്മളുടെ റോമർ 8-16 വാക്യത്തിൽ നാം കാണുന്നത് അതാണ്. നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് ആദ്യദാനമായിട്ട് കിട്ടുന്നത് മാത്രമല്ല, പരിശുദ്ധാത്മാവ് നാം മക്കളെന്ന ആത്മാവ് ദാനം നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ, നാം ആത്മാവെന്ന് സാക്ഷ്യം പറയുന്ന പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് കിട്ടുന്നു. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഓരോ ദൈവത്തിൻ്റെ, അതുകൊണ്ട് തന്നെ രക്ഷ ഭദ്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവാൻ ദൈവം നമ്മുടെ ഹൃദയത്തിൽ നാം മക്കളെന്ന് സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതോടൊപ്പം തന്നെ നാം അനേക കാര്യങ്ങൾ ഒന്നിച്ച് നമുക്ക് കിട്ടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 2 കൊരിന്ത്യർ 1:22 വാക്യത്തിൽ അതാണ് നാം കാണുന്നത്. അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം
നമ്മുടെ ഹൃദയങ്ങൾ തന്നുവിരിക്കുന്നു. 21 വാക്യം, ഞങ്ങളെ നിങ്ങളോട് കൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മളെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ ഇരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരുന്നതോടൊപ്പം തന്നെ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധാത്മാഭിഷേകം നമുക്ക് പ്രാപിക്കുന്നു. പരിശുദ്ധാത്മാവ് എന്ന ആദ്യദാനം നമുക്കുണ്ടാകുന്നു. ആദ്യദാനം പരിശുദ്ധാത്മാവ് നാം മക്കളെന്ന് സാക്ഷ്യം പറയുന്നു. മാത്രമല്ല, നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയും അച്ചാരവും നമുക്ക് കിട്ടുന്നു. മാത്രമല്ല, 1 കൊരിന്ത്യർ 6:19 വാക്യത്തിൽ നാം കാണുന്നത് 1 കൊരിന്ത്യർ 6:19 വാക്യത്തിൽ നാം കാണുന്നത്, ദൈവത്തിൻ്റെ ദാനമായ നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താക്കളുള്ളവരെന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. പരിശുദ്ധാത്മാവിൻ്റെ വാസം നമ്മളിലുണ്ടാകുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വാസമുള്ള നമ്മുടെ രക്ഷ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവ് ആദ്യമായിട്ട് നാം രക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾക്ക് രക്ഷാദാനമാണ്. ആ രക്ഷാദാനമായിട്ട് നമുക്ക് തരുമ്പോൾ പരിശുദ്ധാത്മാവാൻ ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വസിക്കുന്നു. ആദ്യദാനമായിട്ട് പരിശുദ്ധാത്മാവ് വരുന്നതോടൊപ്പം നാം പരിശുദ്ധാത്മാവ് നമ്മളെക്കുറിച്ച് സാക്ഷ്യം പറയും. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നാം പ്രാപിക്കും. പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെടും. പരിശുദ്ധാത്മാവിൻ്റെ അച്ചാരം നമ്മളിലുണ്ടാകും. മാത്രമല്ല, പരിശുദ്ധാത്മാവ് എന്നേക്കും നമ്മളിൽ വസിക്കും എന്ന് നമ്മൾ പറഞ്ഞു. നാം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായിട്ട് തീരുന്നു. പരിശുദ്ധാത്മാവിനെ നമ്മളെ ഒരു കാലത്തും വിട്ടിട്ട് പോകുകയില്ല. എന്നാൽ പ്രിയ ദൈവമക്കളെ, നാം പാപം ചെയ്യുമ്പോൾ, ഒരു വിശ്വാസി പാപം ചെയ്യുമ്പോൾ ഉള്ള അവസ്ഥ അതികഠിനമാകുന്നു. ഒന്ന് ഓർത്തു നോക്കുകയും, നമ്മുടെ ഭവനത്തിൽ ഭാര്യ, ഭർത്താവ്, മക്കളൊക്കെ ഒന്നിച്ച് താമസിക്കുകയാണ്. അതിൽ ഒരു ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അവർ ഒന്നിച്ച് താമസിക്കുകയാണെങ്കിലും മറ്റുള്ളവരെ എപ്പോഴും ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് അതിൽ ഒരാളാണെന്ന് വെച്ചോ. മക്കളാണെങ്കിലും ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തി ഏത് സമയവും മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യുകയോ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയോ മറ്റുള്ളവരെ കുറിച്ച് ചീത്ത പറയുകയും ചെയ്യുന്ന ഒരവസ്ഥ ഒരു ഭവനത്തിൽ ഉണ്ടെങ്കിൽ, ഒരാൾ മതി ഉണ്ടെങ്കിൽ ആ ഭവനത്തിലുള്ള മറ്റുള്ളവരുടെ അവസ്ഥ എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കുക. അവർക്ക് ഈ വീട് വിട്ടിട്ട് പോകാൻ ഒക്കത്തില്ല. കാരണം ഭർത്താവ്, ഭാര്യ, മക്കൾ ഇത് ഒന്നിച്ച് താമസിക്കേണ്ടവരാണ്. അവിടെ നിന്ന് വിട്ടിട്ട് പോകാൻ നിവൃത്തിയില്ല. വിട്ടിട്ട് പോകാൻ ആഗ്രഹമുണ്ടാകും. അവിടെ താമസിക്കാൻ ഒട്ടും ഇഷ്ടമുണ്ടാകില്ല. ചില മക്കൾ പറയുന്നത് കേട്ടോട്ടെ, എനിക്ക് നീ വീട്ടിൽ താമസിക്കേ വേണ്ട എന്നുള്ള അവസ്ഥ പോലും വരുന്ന അവസ്ഥ ഉണ്ടാകാം. ഭാര്യ പറയുന്ന അവസ്ഥ അങ്ങനെ ഉണ്ടാകാം. എന്നാൽ ഒരിക്കലും അത് വിട്ടിട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല. ആ അവസ്ഥയാണ് പരിശുദ്ധാത്മാവാൻ ദൈവം നാം പാപം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവാൻ ദൈവത്തിന് നാം കൊടുക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അവസ്ഥ അതാണ്. പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വാസമുണ്ട്. നാം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് നമ്മെ വിട്ടിട്ട് പോകാനായിട്ട്, രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കളിൽ പരിശുദ്ധാത്മാവ് അധിവാസം ചെയ്യുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഒരിക്കലും നമ്മെ വിട്ടിട്ട് പോകാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ നാം അതുകൊണ്ടാണ് എഫെസ്യർ 4:30 വാക്യത്തിൽ നാം കാണുന്നത്. 4:30 വാക്യം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. അതെ, നാം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നവരായിട്ട് തീരും. കാരണം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് നാം. ആ മന്ദിരത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിന് പുറത്തു പോകാൻ സാധിക്കത്തില്ല. നാം പാപം ചെയ്ത മുഖാന്തരമായിട്ട് വിശുദ്ധനായ പരിശുദ്ധാത്മാവിന് അവിടെ താമസിക്കുവാനായിട്ട് ഒരു രീതിയിലും സാധ്യമല്ല. എന്നിരുന്നാൽ അവൻ അവിടെ ദുഃഖിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കേണ്ട അവസ്ഥയുണ്ടാകും. അതുകൊണ്ടാണ് പറയുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അതുപോലെ തന്നെ 1 തെസ്സലോനിക്കർ 5:19 വാക്യത്തിൽ നാം കാണുന്നത് അതാണ്, ആത്മാവിനെ കെടുക്കരുത്. ആത്മാവിനെ കെടുക്കുന്നവരായിട്ട് തീരാതിരിക്കണം. അത് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. വരുന്ന ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ രക്ഷ എന്നും ഭദ്രതയുള്ളതാണ്. കാരണം പരിശുദ്ധാത്മാവ് നാം രക്ഷിക്കപ്പെടുന്ന ദിവസം, നാം രക്ഷിക്കപ്പെടുന്ന നിമിഷം പരിശുദ്ധാത്മാവ് എന്ന ആദ്യദാനം ലഭിക്കുന്നതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവ് നമ്മളെക്കുറിച്ച് സാക്ഷ്യം പറയും. മാത്രമല്ല, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, ആ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര, അച്ചാരം നമ്മളിലുണ്ടാകും. മാത്രവുമല്ല, പരിശുദ്ധാത്മാവ് നമ്മളിൽ
വസിക്കും. പിന്നെ നാം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു. അതുകൊണ്ട് നമ്മുടെ രക്ഷ ഭദ്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് പ്രിയ വിശ്വാസികളെ, പ്രിയ ദൈവത്തിൻ്റെ മക്കളെ, നമ്മളുടെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പാപം ചെയ്യാത്തവരായിട്ട്, പരിശുദ്ധാത്മാവിനെ കെടുക്കാത്തവരായിട്ട്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാത്തവരായിട്ട് ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. You did not speak, you made no sound. You died for your accusers, and as your blood fell to the ground, you redefined my future. And on the day that you arose, the darkness ran for cover, for the King of Kings has claimed his throne, both now until forever. You are worthy. You are